എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ MGNREGS മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണിത്. ഈ ചാനലിലൂടെ നമ്മുടെ കേരളത്തിലെ തൊഴിലുറപ്പിൽ വന്ന പുതിയ മാറ്റങ്ങൾ, പുതിയ മാർഗനിർദ്ദേശങ്ങൾ, പുതിയ ഓൺലൈൻ നടപടികൾ, തൊഴിലാളികൾക്കും ജോബ് കാർഡ് ഹോൾഡേഴ്സിനും വേണ്ടുന്ന ഉപദേശങ്ങൾ, പഞ്ചായത്ത് തല പ്രവൃത്തികൾ എന്നിവയെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുക. കേന്ദ്ര സ്കീമായ തൊഴിലുറപ്പ് പദ്ധതിയിൽ ദിനം പ്രതി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കറിയാം, പദ്ധതി മറ്റൊരു തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും തൊഴിലാളികൾക്കും പൊതുജനങ്ങൾക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടായേക്കാം. തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ടുകളും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇടാം. അത് സംബന്ധിച്ചും നമ്മൾ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ തൊഴിലുറപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സുപ്രധാന മാറ്റത്തെക്കുറിച്ചാണ്. EKYC അപ്ഡേഷൻ. ഇത് നിലവിലെ എല്ലാ ജോബ് കാർഡ് ഉടമകളും അറിഞ്ഞിരിക്കേണ്ട പ്രധാന ഒരു അപ്ഡേഷനാണ്. ഈ ഒരു അപ്ഡേഷനിലൂടെ തൊഴിലാളികളുടെ തൊഴിൽ കാർഡും ആധാർ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതുവഴി തൊഴിലാളികളുടെ വേതനം അവരുടെ ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് കൃത്യമായി പോകുന്നതിന് സഹായിക്കുന്നു. ഈ ഒരു അപ്ഡേഷൻ എത്രയും വേഗം ചെയ്തു തീർക്കണം എന്നാണ് സർക്കാർ നിർദ്ദേശം. ഭാവിയിൽ ഇത് ചെയ്യാത്ത പക്ഷം, ഈ അപ്ഡേഷൻ ചെയ്യാത്ത പക്ഷം നിലവിലെ തൊഴിൽ കാർഡുകൾ കട്ടാകുന്നതിനുള്ള സാധ്യതയുമുണ്ട്. ഈ അപ്ഡേഷൻ ചെയ്യുന്നതിനായി അക്ഷയയിലോ മറ്റ് ജനസേവന കേന്ദ്രങ്ങളിലോ പോകേണ്ട ആവശ്യമില്ല. തൊഴിലുറപ്പിലെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നതിനായുള്ള NMMS ആപ്പ് രജിസ്റ്റർ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഏത് ഫോണുകളിലും നമുക്ക് ഈ ഒരു അപ്ഡേഷൻ ചെയ്യാവുന്നതാണ്. ആയതിനാൽ തൊഴിലുറപ്പിലെ മേറ്റുമാരുടെ അടുത്തോ പഞ്ചായത്ത് തല തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥരുടെ അടുത്തോ ചെന്നാൽ അവരുടെ ഫോണുകളിൽ നിമിഷ നേരം കൊണ്ട് ഈ ഒരു അപ്ഡേഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതിനായി ഒരുപാട് രേഖകൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. തൊഴിൽ കാർഡിൽ പേരുള്ള വ്യക്തികൾ നേരിട്ട് തൊഴിൽ കാർഡുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സമീപിച്ചാൽ മതിയാകും. ഈ ഒരു ആപ്പിൽ, NMMS ആപ്പിൽ വ്യക്തികളുടെ മുഖം ക്യാമറയിൽ സ്കാൻ ചെയ്താണ് ഈ ഒരു അപ്ഡേഷൻ ചെയ്യുക. ആയതിനാൽ കൃത്യമായ വെളിച്ചവും നെറ്റും ഉള്ള സമയത്തായിരിക്കണം ഈ ഒരു അപ്ഡേഷൻ ചെയ്യേണ്ടത്. പ്രധാന കാര്യം എത്രയും വേഗം ഈ ഒരു അപ്ഡേഷൻ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. നിലവിൽ എല്ലാ പഞ്ചായത്തുകളിലും ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയിട്ടുണ്ടാകും. എന്നാലും അറിയാത്തവർക്കായി ഈ അപ്ഡേഷൻ ചെയ്യുന്നതിനായി ഈ വീഡിയോ മാക്സിമം തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്യുക. കൂടുതൽ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.